നമസ്തേ. ഞാൻ ഡോക്ടർ സുധാകരൻ നായർ, പുനല്ലൂർ. ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് എൻ്റെ വീഡിയോയിൽ എൻ്റെ സർവീസ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള ഇതനുസരിച്ച് ഞാൻ ജോലിയിൽ പ്രവേശിച്ച് 1976 തൊട്ട് 1980 കാലഘട്ടം വരെ ഞാൻ ഒരേ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് 1980-81 ഞാൻ കൽക്കട്ടയിൽ DTMNH കോഴ്സ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് 82 ഏപ്രിൽ 14 വിഷുവിന് ഞാൻ പുനല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു അസിസ്റ്റൻറ്റ് സർജനായിട്ട്. അന്ന് ഞാൻ സർജനല്ലായിരുന്നു, അസിസ്റ്റൻറ്റ് സർജനായിട്ടാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് 1982 തൊട്ട് 86 വരെ ഞാൻ പുനലൂർ ആശുപത്രിയിലാണ്. ആ കാലഘട്ടത്തിൽ KGMOയിൽ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. KGMO എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. 2 വർഷം ഞാൻ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ അന്നത്തെ OP ടൈം എന്ന് പറയുന്നത് ഈ തുടക്കത്തിൽ 82 ഞാൻ വന്നപ്പോൾ OP ടൈം രാവിലെ 8 മണി തൊട്ട് 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 3:30 തൊട്ട് 5 വരെയും. അപ്പോൾ ഈ KGMOയെ സമരമൊക്കെ ചെയ്ത് അത് മാറ്റി രാവിലെ 8 മണി തൊട്ട് 1 മണി വരെ ആക്കി പോകും. അപ്പോൾ 1 മണിക്ക് ശേഷം ഡോക്ടർമാരെല്ലാം ഫ്രീ ആണ്, അവർക്ക് വീട്ടിൽ പോയിരുന്ന് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് അലൗഡാണ് അന്നത്തെ കാലത്ത്. ഇപ്പോഴും ഹെൽത്ത് സർവീസിലെ ഡോക്ടേഴ്സിന് പ്രാക്ടീസ് അലൗഡാണ്, പക്ഷേ അവരുടെ വീട്ടിൽ റെസിഡൻഷ്യൽ പ്രാക്ടീസാണ് അലവ് ചെയ്യുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി പല ഡോക്ടർമാരും ഓരോ കടകളിലും മെഡിക്കൽ സ്റ്റോറിൻ്റെ പുറകെയൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിയമവിരുദ്ധമാണ്. ശരിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ പേഷ്യൻസ് വന്നാൽ നമുക്ക് കൺസൾട്ട് ചെയ്യാം. യാതൊരു കാരണവശാലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസ് നമ്മളെ വീട്ടിൽ വരികയോ നമുക്ക് പൈസയൊക്കെ തന്നാൽ അത് കറപ്ഷനാവും, കൈക്കൂലിയാവും. അങ്ങനെ പല ഡോക്ടർമാരെയും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പ്രാക്ടീസ് അലൗഡാണ്. അപ്പോൾ OP ടൈം 8 മണി തൊട്ട് 1 മണി വരെയാണ്. അത് തന്നെ ഞങ്ങളുടെ ഗവൺമെൻറ് ആശുപത്രിയിലാണെങ്കിൽ ഡോക്ടേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8 തൊട്ട് 10 വരെ അവിടുത്തെ അന്നത്തെ ഡ്യൂട്ടി ഡോക്ടറായിരിക്കും OP ഇരിക്കുന്നത്. 10 മണി കഴിയുമ്പോൾ ഡ്യൂട്ടി ഡോക്ടറിന് പോയിട്ട് 10 തൊട്ട് 11:30 വരെ വേറെ 2 ഡോക്ടേഴ്സ് വരും ജനറൽ സൈഡിലുള്ള. എന്നിട്ട് 11:30 തൊട്ട് 1 മണി വരെ വേറൊരു ഡോക്ടർ വരും. പിന്നെ ENT ഡോക്ടർക്ക് പ്രത്യേകം OP ഉണ്ട്, കണ്ണ് ഡോക്ടർക്ക് പ്രത്യേക OP ഉണ്ട്, ഡെൻറ്റിസ്റ്റിന് പ്രത്യേക OP ഉണ്ട്. പിന്നെ അന്ന് ഓർത്തോയ്ക്ക് അങ്ങനെ പ്രത്യേക OP ഇല്ല. കാരണം ഞാൻ ആദ്യം വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ ഓർത്തോപീഡീഷ്യന്മാരാരുമില്ലായിരുന്നു. ഞാൻ രണ്ടാമത്തെ പീരീഡിൽ 1989 ഞാൻ ജോയിൻ ചെയ്ത് MS കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള പീരീഡിലാണ് ആദ്യമായി ഒരു ഓർത്തോപീഡീഷ്യൻ വന്നത്. അതിന് മുമ്പ് ഓർത്തോ കേസെല്ലാം കൈകാര്യം ചെയ്യുന്നത് സർജന്മാരാണ്. അപ്പോൾ ഈ KGMOയുടെ പ്രവർത്തനത്തെ പറ്റി ഞാൻ 2 വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അന്ന് KGMO കൊല്ലം ജില്ലയിൽ കൊല്ലം ടൗണിൽ വളരെ ഇനാക്റ്റീവായിരുന്നു. അതുകൊണ്ട് കൊല്ലം ടൗണിൽ പോലും പിന്നീട് ഡോക്ടേഴ്സിനൊക്കെ വളരെ റിലക്റ്റൻ്റ് ആയിരുന്നു ഈ KGMOയിൽ. അപ്പോൾ അന്ന് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ 2 കൊല്ലം കൊല്ലം ജില്ലയുടെ സെക്രട്ടറിയായി. അന്ന് ESIയിലെ ഡോക്ടർമാർ നമ്മുടെ KGMOയിലുണ്ട്. ESI ഡോക്ടർമാരും ഒക്കെ. ഞാൻ ഒരുപാട് ESI ഹോസ്പിറ്റൽ കൊല്ലം ജില്ലയിലുള്ള എല്ലാ ഭാഗങ്ങളിലുള്ള ESI ഹോസ്പിറ്റൽ, മറ്റ് ആശുപത്രികൾ, ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി എല്ലാം ഞാൻ ഈ ഫണ്ട് കളക്ഷനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് എനിക്കൊരു കാറുണ്ടായിരുന്നു, അംബാസഡർ, ഡീസൽ അംബാസഡർ എന്ന് ഇറങ്ങിയ കാലമായിരുന്നു. എൻ്റെ ഡീസൽ അംബാസഡർ ആണെങ്കിൽ തിരുനെൽവേലി പോയാണ് വാങ്ങിച്ചത്. അതും ടൂറിസ്റ്റ് പെർമിറ്റിൽ മാത്രമേ അന്ന് ഈ ഡീസൽ അംബാസഡർ വെളിയിൽ കൊടുക്കത്തുള്ളൂ, ടൂറിസ്റ്റ് പെർമിറ്റ്. അപ്പം നമുക്ക് ഞാൻ അന്ന് 1982 തൊട്ട് ഞാൻ പുനലൂർ റോട്ടറി ക്ലബ്ബിലെ മെമ്പറായി. റൊട്ടേറിയൻസുമായിട്ടൊക്കെ പരിചയമായി. തിരുനെൽവേലിയിലുള്ള അംബാസഡറിൻ്റെ ഷോറൂമിലെ ആൾ റൊട്ടേറിയനായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ തിരുനെൽവേലിയും അപ് ടു മധുര വരെ ഉള്ള ഏരിയ നമ്മുടെ കേരളത്തിലെ ഈ കേരളത്തിൻ്റെ ഈ റോട്ടറി ഡിസ്ട്രിക്റ്റിലുള്ളതായിരുന്നു. ഇപ്പോഴത്തെ റോട്ടറി ഡിസ്ട്രിക്റ്റ് പുനലൂരൊക്കെ ഇരിക്കുന്നത് 3211 ആണ്. അന്ന് 3210 ആയിരുന്നു. അപ്പോൾ 3210 ആ കാലഘട്ടത്തിൽ കേരളത്തിലെ 5 ഡിസ്ട്രിക്റ്റും
തമിഴ്നാട്ടിലെ 2-3 ഡിസ്ട്രിക്റ്റ്, അതായത് ശിവകാശി, ശിവഗംഗ, തൂത്തുക്കുടി, പിന്നെ മധുര വരെ ഉണ്ടായിരുന്നു. രാജപാളയം മധുര വരെയുള്ള സ്ഥലമുണ്ടായിരുന്നു. കൂട്ടത്തിൽ സിലോണും ഉണ്ടായിരുന്നു 1982 അത് കഴിഞ്ഞ് ആദ്യം സിലോണിനെ അങ്ങ് മാറ്റി. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ തമിഴ്നാടും പോയി. അങ്ങനെ ഇപ്പം തന്നെ കേരളത്തിൽ 160 ഡിസ്ട്രിക്റ്റ് വരെ ഉണ്ട്. അല്ല, 160 റോട്ടറി ക്ലബ്സ് ഉണ്ട്. 150 അവരുടെ മാക്സിമം. അത് കഴിഞ്ഞ് ഇനി വീണ്ടും കേരളത്തെ ഡിവൈഡ് ചെയ്യാൻ കേരളത്തിലെ ഈ 5 ഡിസ്ട്രിക്റ്റ് തന്നെ ഡിവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനത് ഇൻസിഡൻ്റായിട്ട് പറഞ്ഞു. റോട്ടറിയുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേരള ക്ലബ്, അപ്പം മദ്രാസിലെ തമിഴ്നാട്ടിലുള്ള ഈ ഡിസ്ട്രിക്ട് കോൺഫറൻസ് അതിലൊക്കെ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ അവരെയൊക്കെ പരിചയമുണ്ട്. അങ്ങനെ ഡീസൽ അംബാസഡറിൽ ഞാൻ ആണ് ഓടിക്കുന്നത്. നല്ല ക്ലച്ചൊക്കെ ഭയങ്കര പാടാണ്. അങ്ങനെ കുറേ നാളായപ്പോൾ എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. പിന്നെ ഡ്രൈവറെ കൊണ്ടാണ് പോകുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും വിസിറ്റ് ചെയ്ത് മെമ്പേഴ്സിനെയൊക്കെ ചേർത്ത് പിന്നീട് KGMA ആക്ടിവിറ്റീസൊക്കെ വളരെ ശക്തമാക്കി. അത് കഴിഞ്ഞ് 1985 തോന്നുന്നു. 1985 ഈ KGMA ജേർണലുണ്ട്, KGMA ജേർണൽ. ആ ജേർണലിൻ്റെ എഡിറ്ററായിട്ട് ഞാൻ 1 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് കൊല്ലത്തുള്ള ഒരു പ്രസ്സിലായിരുന്നു KGMA ഈ ജേർണൽ അടിക്കുന്നത്. ഞാൻ ജേർണലിനകത്ത് നല്ല ആർട്ടിക്കിൾസ് വരും, ഗവൺമെൻറ് ഓർഡേഴ്സ് വരും, പല ഡോക്ടേഴ്സും നമുക്ക് ലേഖനങ്ങളൊക്കെ എഴുതരും. അങ്ങനെ അതിൻ്റെ പ്രവർത്തനമായിട്ട് 1985-86 ഞാൻ 1986 MS ജോയിൻ ചെയ്തതിന് ശേഷവും ഒരു 3-4 മാസം കൂടെ ഞാൻ ഈ എഡിറ്ററായിട്ട് കണ്ടിന്യൂ ചെയ്തു. പിന്നെയാണ് ഞാൻ KGMA പ്രവർത്തനത്തിൽ ഇതങ്ങ് പിൻവാങ്ങി. അത് കഴിഞ്ഞ് 1986 വരെയുള്ള കാലഘട്ടം ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോണത് ഈ 86 തൊട്ട് 89 വരെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് പോവുകയും പിന്നെ ആര്യങ്കാവിൽ കുറേ നാൾ വർക്ക് ചെയ്യുകയും ചെയ്ത് 89 പിന്നെ ഞാൻ തിരിച്ച് പുനലൂർ വരുന്നത്. അപ്പോഴും വരുമ്പോൾ സർജനായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അന്ന് വരാൻ സാഹചര്യമായി ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ മൊത്തം ഡോക്ടേഴ്സിനും മാസീവായിട്ട് ട്രാൻസ്ഫറായി. പുതിയ ഡോക്ടേഴ്സ് വന്നു, പുതിയ ടീം. ആ കൂട്ടത്തിൽ എനിക്കും കിട്ടി. അപ്പോൾ എൻ്റെ കൂടെ ഡോക്ടർ കൃഷ്ണൻകുട്ടി എന്ന് മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പിന്നെ 2 സർജന്മാർ, ഒരു സർജൻ. അപ്പോൾ സർജൻ എന്നെ കൂടാതെ വേറൊരു സർജനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം മൊത്തം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പുനലൂർ 4 സർജന്മാരുണ്ടായിരുന്നു. 2 സീനിയർ സർജന്മാരും ഞാനും പിന്നെ എന്നേക്കാൾ ജൂനിയറായിട്ടുള്ള വേറൊരു സർജൻ. അങ്ങനെ 4 സർജന്മാർ വരെ ഒരവസരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫറായിട്ട് വരുന്ന അവസാനം 1 സർജൻ മാത്രമായി, 2 സർജനായി. ഞാനും വേറെ ഈ കൃഷ്ണൻകുട്ടി ഡോക്ടർക്ക് പ്രൊമോഷൻ കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതിന് മുമ്പ് ഈ സിവിൽ സർജനും അസിസ്റ്റൻറ്റ് സർജനും ഇൻ്റർചേഞ്ചബിളായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ആശുപത്രിയിൽ 7-8 ഡോക്ടർമാരുണ്ടെങ്കിൽ മൊത്തം പേര് അസിസ്റ്റൻറ്റ് സർജനാക്കാം, അല്ലെങ്കിൽ മൊത്തം പേര് സിവിൽ സർജനായാലും കുഴപ്പമില്ല. ആ ഉള്ളതിൽ സീനിയർ മോസ്റ്റ് ആളായിരിക്കും സൂപ്രണ്ട്. അപ്പോൾ ഈ 1986-87 ഈ പ്രതാപൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തുടങ്ങിയത്. പ്രതാപൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കി തുടങ്ങിയപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, സിവിൽ സർജനും അസിസ്റ്റൻറ്റ് സർജനും തമ്മിലുള്ള റേഷ്യോ, അതായത് 3 അസിസ്റ്റൻറ്റ് സർജന്മാർക്ക് 1 സിവിൽ സർജൻ, അതങ്ങ് പ്രാവർത്തികമാക്കി. അങ്ങനെ വന്നപ്പോൾ നമ്മളെ പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ 8 ഡോക്ടർമാരേ ഉള്ളൂ. അപ്പോൾ 3 സിവിൽ സർജന്മാരെ അലവിടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. 3 സിവിൽ സർജന്മാരും ബാക്കിയുള്ളവർ അസിസ്റ്റൻറ്റ് സർജനാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സർജൻ്റെ പോസ്റ്റിലേ ഇരിക്കാൻ പറ്റും, സിവിൽ സർജൻ്റെ പോസ്റ്റിലേ ഇരിക്കാൻ പറ്റും. അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് PP യൂണിറ്റ് അവിടെ തുടങ്ങി. PP യൂണിറ്റിൽ ഡോക്ടറുടെ വന്നപ്പോഴാണ് 8 ആയത്. അതിന് 7 പേരെ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടായിരുന്നു. ഓർത്തോപീഡിയ ഒഴിച്ച് ബാക്കി കണ്ണിൻ്റെ ഡോക്ടർ, ENT സ്പെഷ്യലിസ്റ്റ്, കണ്ണ് ഡോക്ടർ, ഡെൻറ്റിസ്റ്റ്, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമില്ല. പക്ഷേ സ്കൂളുകളിലും കോളേജിലുമൊക്കെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ വയ്ക്കും, നമ്മൾ വിളിക്കും. അങ്ങനെ പോയി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. KGMA എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ ഭാഗമായിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ ആ കാലഘട്ടത്തിൽ 86 വരെയുള്ള പീരീഡിൽ ഞാൻ RMO കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം ഞാൻ കാണത്തില്ല, ഞാൻ പോയിട്ട് വൈകുന്നേരമായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് പ്രാക്ടീസൊക്കെ എനിക്ക് വളരെ കുറവായിരുന്നു, കാരണം ഞാൻ സമയത്ത് കാണത്തില്ല. അങ്ങനെയായിരുന്നു. പിന്നെ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ ട്രാൻസ്ഫറൊക്കെ വരുമ്പോൾ അതൊക്കെ നമ്മുടെ പ്രാക്ടീസിനെ ബാധിക്കുമായിരുന്നു. എന്തായാലും 1989 ശേഷം ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ KGMA പ്രവർത്തനം നിലച്ച്. അപ്പോൾ 1989 തൊട്ട് 96 വരെയുള്ള കാലഘട്ടമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ 92 അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ IMA മെമ്പറായിരുന്നു, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ
പുനലൂർ ബ്രാഞ്ച് എന്ന് പറയുന്നത് വളരെ വളരെ ഓൾഡായിട്ടുള്ളൊരു ബ്രാഞ്ചാണ്. 1961 തുടങ്ങിയതാണ് ഈ പുനലൂർ IMA. അപ്പോൾ അന്ന് പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററുമായിട്ടിരുന്ന 3 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഒരു ഡോക്ടർ ഡേവിഡ് എ ഫാനു എന്ന് പറയുന്ന ആൾ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഡോക്ടർ സുബ്രഹ്മണ്യം, ഡോക്ടർ രാജൻ ബാബു ട്രഷറർ. അവർ 3 പേരും മരിച്ചുപോയ ആളുകളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിൽ നമുക്കതൊന്നും അത് കുറേ നാളായിട്ട് അവർ തന്നെ, പക്ഷേ മീറ്റിങ്ങൊന്നും വലുതായിട്ട് കൂടത്തില്ല. ഇവർ നമ്മളെ വന്ന് പൈസയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകും. പിന്നെ കോൺഫറൻസിനൊക്കെ നമ്മൾക്ക് നോട്ടീസ് തരുമ്പോൾ നമ്മളും കൂടെ പോകും. അങ്ങനെ IMAക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഇതൊന്ന് മാറ്റിയെടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ 1991-92 കാലഘട്ടത്തിൽ വേറെ ഒരു ഡോക്ടർ വന്നു. അവർ വന്ന സമയത്ത് ഞങ്ങളെ കൂടെ RMO ക്വാർട്ടേഴ്സിലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അതിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ 1992 ഞാൻ പ്രസിഡൻ്റായി. പിന്നെ കുറേ കാലം ഞാൻ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് പെൻഷൻ പറ്റിയതിന് ശേഷവും ഞാൻ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യെന്ന് പറഞ്ഞ് മാറി സെക്രട്ടറി ആയി. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രസിഡൻറ്റ് സെക്രട്ടറി ആയിട്ട് മാറി 10-12 വർഷം ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ IMAയിൽ നിന്ന് അത് ഒരുപാട് യാത്ര ചെയ്യണം. കൂടെ സ്റ്റേറ്റ് വർക്ക് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്, പിന്നെ സെമിനാറുകൾ. അതുകൊണ്ട് ഞാൻ പ്രായമായതുകൊണ്ട് ഞാനങ്ങ് വിട്ടു. ഇപ്പം ഞാൻ IMAയിലൊരു സാധാരണ മെമ്പർ മാത്രമാണ്. പിന്നെ അതിൻ്റെ പുതിയ സ്കീമിലൊക്കെ ചേർക്കാനും അതിനൊക്കെ നമ്മൾ നടന്നിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീം 1, 2, 3, PP സ്കീം എന്നുള്ള സ്കീമിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് IMAയിൽ. ഇപ്പം പുതിയ അന്നത്തെ അത് മാറിയപ്പോൾ ശേഷം ഞങ്ങൾ എല്ലാ മാസവും CME ഒക്കെ വയ്ക്കും, ഫാമിലി മീറ്റിംഗ് വയ്ക്കും. ഓണത്തിനും ക്രിസ്മസിനും ജൂലൈ ഫസ്റ്റ് വീക്കിലുമൊക്കെ ഫാമിലി മീറ്റിംഗ് വയ്ക്കും. അല്ലാത്ത മാസങ്ങളിലെല്ലാം ഈ സ്പോൺസേഡായിട്ടുള്ള CME പ്രോഗ്രാംസ് മെഡിക്കൽ കമ്പനിയൊക്കെ ചിലപ്പോൾ സ്പോൺസർ ചെയ്യും. മെഡിക്കൽ കമ്പനിയെ കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റൽസ് തന്നെ സ്പോൺസർ ചെയ്യും. ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് സ്പോൺസർ ചെയ്ത് വളരെ നല്ല രീതിയിൽ ഈ IMA നടച്ചുകൊണ്ട് പോയിരുന്നു. അതിൻ്റെ പീരീഡിലാണ് IMAക്ക് ഒരു ബിൽഡിങ് നമുക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ മരിച്ചുപോയ ഡോക്ടർ Y ബേബി, ഞാനന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉള്ള സമയത്താണ് അദ്ദേഹം വന്ന് കണ്ട്. അന്ന് ഞാൻ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ ഒരു വസ്തു വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ പേരിലായിരുന്നു ആ വസ്തു വാങ്ങിച്ചിരിക്കുന്നത്. ഈ കുറച്ചൊരു കുന്നിൻ്റെ മകളിലാണ് അവിടെ ഒരു വസ്തു വാങ്ങിച്ചു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി. അപ്പോൾ സൈസബിൾ കോൺട്രിബ്യൂഷൻ പല സീനിയർ ഡോക്ടേഴ്സ് കൊടുത്തു. ഡോക്ടർ ബേബി ഡോക്ടറിന് ഒരുപാട് എമൗണ്ട് 10-25 ലക്ഷം രൂപ തന്നു. അങ്ങനെ ഡോക്ടർമാരെല്ലാം 2-3 ലക്ഷം രൂപ വീതം വെച്ച് നല്ലൊരു ബിൽഡിങ് IMAക്ക് കിട്ടി. അത് ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്താണ് ആ ബിൽഡിങ് ഉണ്ടായത്. നമ്മുടെ മരിച്ചുപോയ രാജഗോപാൽ അനസ്തറ്റിസ്റ്റ്, അദ്ദേഹം IMAയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്തതിൻ്റെ ആ പീരീഡിൽ ചിങ്ങമാസത്തിലാണ് ഞങ്ങൾ കെട്ടിടത്തിന് തറക്കല്ലിട്ടത് അങ്ങേരെ കൊണ്ട്. അതുപോലെ 1 കൊല്ലം കഴിഞ്ഞ് അങ്ങേറെ പീരീഡ് തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ IMAയിലും KGMയിലും ഒക്കെ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. റോട്ടറി ക്ലബ്ബിലും ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. 1996 ഞാൻ റോട്ടറിയുടെ പ്രസിഡൻ്റായിരുന്നു. 95-96 അന്ന് അംബാസമുദ്രത്തിലുള്ള AVRM ശങ്കരനാരായണൻ എന്ന ആളായിരുന്നു ഗവർണർ. അന്നും തമിഴ്നാടും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ല ഈ റോട്ടറി ഫീൽഡിലും നമ്മുടെ അസോസിയേഷൻ ആക്ടിവിറ്റീസിലും IMAയിലും KGMയിലൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. അത് കഴിഞ്ഞ് അന്ന് സർജറിയൊക്കെ ഒരുപാട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ കേസ് കിട്ടുമായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ചിലപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഡോക്ടറുള്ള സമയത്ത് അദ്ദേഹവും കൂടെ ചേർന്നായിരുന്നു ഞങ്ങൾ തൈറോയിഡൊക്കെ ചെയ്യാൻ നേരത്ത് 2 പേരും കൂടെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൻഡിസെക്ടമിയും ഹെർണിയ ഹൈഡ്രോസറൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും. തൈറോയിഡ് മാത്രം 2 പേരും ചേർന്ന് ചെയ്യുമായിരുന്നു. അദ്ദേഹം ചെങ്ങന്നൂരിൽ നിന്നാണ് വന്നത്. അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു, ഒരു സർജനായിരുന്നു. പക്ഷേ മരിച്ചുപോയി. അങ്ങനെ ഇന്ന സമയത്ത് 1995 കാലഘട്ടം ആയപ്പോഴേ ഈ പ്രതാപൻ കമ്മീഷൻ്റെ കമ്മീഷൻ്റെ ശുപാർശകൾ നടപ്പാക്കുകയും ഇല്ല 3 പേരെ സിവിൽ സർജൻ, ബാക്കിയുള്ളവരെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. 4 അസിസ്റ്റൻസ് 4-5 അസിസ്റ്റൻറ്റ് സർജൻസിനും ബാക്കി 3 പേര് മാത്രം സിവിൽ സർജനായി വെച്ചു. അപ്പോൾ ഒരു 500-ൽ പരം ഡോക്ടർമാർക്ക് പ്രൊമോഷൻ കിട്ടി. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ
ഈ നോൺ കേഡർ പ്രൊമോഷൻ തസ്തികയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു അസിസ്റ്റൻറ്റ് സർജൻ സിവിൽ സർജൻ ആവണമെങ്കിൽ ഒരു 20 കൊല്ലമെങ്കിലും എടുക്കാം. പക്ഷേ ഈ പ്രധാന കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, ശുപാർശ അനുസരിച്ച് 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ സിവിൽ സർജൻ നോൺ കേഡർ ആവും. ഇപ്പം ഞാനിപ്പോൾ സർവീസിൽ കയറി 10 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് നോൺ കേഡർ സിവിൽ സർജൻ ആവാം. സിവിൽ സർജൻ നോൺ കേഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രൊമോഷൻ തരാൻ വേക്കൻസി ഇല്ല, പക്ഷേ ഐ ആം എലിജിബിൾ ഫോർ പ്രൊമോഷൻ. അതുകൊണ്ട് എനിക്ക് സിവിൽ സർജൻ്റെ സാലറി തരും. അത് കഴിഞ്ഞ് സിവിൽ സർജൻ്റെ വേക്കൻസി വരുമ്പോൾ നമ്മളെ സിവിൽ സർജനാകും. അങ്ങനെ 95-ൽ 516 പേരെ സിവിൽ സർജനായിട്ട് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഒരു റീഷബിൾ വന്ന് പുല്ലൂർ ആശുപത്രി വേറെ പുതിയ ഡോക്ടർമാർ വന്നു. എല്ലാവരുടെയും ഞാൻ പേരാരണതും പറയുന്നില്ല, മരിച്ചുപോയവരുടെ പേര് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ സർജന്മാർ 4 പേരുണ്ടായിരുന്നു പറഞ്ഞത് വീണ്ടും 2 കുറഞ്ഞു. ഈ കൃഷ്ണൻകുട്ടി ഡോക്ടറെ കടയ്ക്കലത്തെ സൂപ്രണ്ടാക്കി മാറ്റി. അതുപോലെ വേറെ എല്ലാവരെയും മാറ്റി. സിവിൽ സർജന്മാർ 3 പേരെ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരെയും പ്രൊമോഷൻ കൊടുത്തു. അസിസ്റ്റൻറ്റ് സർജൻസിന് 10-15 കൊല്ലം കഴിഞ്ഞവർക്കെല്ലാം പ്രൊമോഷനും കിട്ടി. അങ്ങനെ 1996 വരെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റി. ഈ 96 കഴിഞ്ഞ് 97 ആയപ്പോൾ എനിക്കും പ്രൊമോഷൻ വന്നു സിവിൽ സർജനായിട്ട്. കാരണം ഈ 10 കൊല്ലം കഴിയുമ്പോഴേ നമ്മൾ നോൺ കേഡർ സിവിൽ സർജനായിട്ട് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ അന്ന് നമ്മളൊരു ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം, ആസ് ആൻഡ് വെൻ വേക്കൻസി അറൈസസ് ഐ വിൽ ബി പ്രൊമോട്ടഡ്. അപ്പോഴും നമ്മൾ പ്രൊമോഷൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. കാരണം ഈ പ്രൊമോഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ട്രാൻസ്ഫർ വരും. ഈ ഡോക്ടർമാർക്ക് സ്ഥിരമായിട്ട് ഒരിടത്തിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം അവിടെ ആകുമ്പോൾ അവർ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയാൽ ഇപ്പം നല്ല പ്രാക്ടീസുള്ളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയാൽ പിന്നെ അവിടെ പ്രാക്ടീസ് പിക്കപ്പ് ചെയ്യാൻ ചിലപ്പോൾ 6 മാസമോ 1 വർഷം എടുക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നല്ല പ്രാക്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അടുത്ത സ്ഥലത്തോട്ട് വിടുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ 3 കൊല്ലത്തിലൊരിക്കൽ ജനറൽ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പം ഈ 96-ൽ എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ കാര്യം, അന്ന് VM സുധീരനായിരുന്നു. VM സുധീരൻ പുതിയതായിട്ട് ഹെൽത്ത് മിനിസ്റ്ററായിട്ട് വന്നു. അപ്പോൾ VM സുധീരൻ ഒരു ഓർഡർ ഇട്ട് 3 വർഷം കഴിഞ്ഞ് എല്ലാ ഡോക്ടേഴ്സിനെയും ജനറൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഞാൻ 89 തൊട്ട് 96 വരെ ഇരിക്കുകയാണ്. അപ്പോൾ എത്ര കൊല്ലമായി? 7 വർഷമായി. അതുകൊണ്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്ത് പത്തനാപുരത്തോട്ടിട്ട്. അന്ന് പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. അവിടെ 4 ഡോക്ടർമാരുണ്ടായിരുന്നു. അങ്ങനെ ഈ VM സുധീരൻ വന്നപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും, അതായത് 3 വർഷം കഴിഞ്ഞ് എല്ലാ ഡോക്ടേഴ്സിനെയും ട്രാൻസ്ഫർ ചെയ്ത കൂട്ടത്തിൽ എൻ്റെയും പുനലൂരിൽ നിന്ന് പത്തനാപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പുനലൂർ ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുനലൂർ ആശുപത്രിയിൽ അന്ന് ഞാൻ സൂപ്രണ്ടല്ല, എന്നേക്കാൾ സീനിയറായിട്ടുള്ള 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ് സൂപ്രണ്ട്. പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ടറൊക്കെ വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാൻ ആദ്യം ആറമായിരുന്ന കാലഘട്ടത്ത് ഈ മെഡിക്കൽ സ്റ്റോർ സൂപ്രണ്ട് എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്, അതില്ലായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൽ 2 ഫാർമസിസ്റ്റ് ഉണ്ട്. അത് ആ സീനിയർ ഫാർമസിസ്റ്റ് ആയിരിക്കും മെഡിസിൻ്റെ ഇൻചാർജ്. പക്ഷേ അവർക്ക് സ്വന്തമായി പോയി സ്റ്റോക്ക് റൂം തുറന്ന് മരുന്നെടുക്കാനുള്ള അധികാരമില്ല. അത് സ്റ്റോർ സൂപ്രണ്ട് എന്ന് പറയുന്ന ആൾ ഗസറ്റഡ് ഓഫീസറാണ്. അപ്പോൾ ഈ ഗസറ്റഡ് ഓഫീസറായ സ്റ്റോർ സൂപ്രണ്ടാണ് ഈ മരുന്നൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കണം മരുന്ന്. അപ്പോൾ എല്ലാ വാർഡിൽ നിന്നും നമ്മൾ ഇൻറ്റൻറ്റ് വാങ്ങിക്കും. എല്ലാ വാർഡിൽ നിന്നും ഇൻറ്റൻറ്റ് വാങ്ങിച്ചിട്ട് അവർക്കെല്ലാം ഒരു ഫിക്സഡ് സമയം കൊടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മരുന്നെടുക്കാൻ പറഞ്ഞത് 12 മണിക്ക് നമ്മൾ OP സമയം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഈ മരുന്നെടുത്ത് കൊടുക്കും. ആ മരുന്നെടുത്ത് കൊടുക്കുന്നത് ഫാർമസിസ്റ്റാണെങ്കിൽ നമ്മളും കൂടെ അവിടെ ഇരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ RMOക്ക് സ്റ്റോർ സൂപ്രണ്ടിൻ്റെ ചുമതലയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ പിൽക്കാലത്ത് നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റോർ സൂപ്രണ്ടിൻ്റെ പോസ്റ്റ് വന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ജോലിയില്ല. അപ്പോൾ മെഡിസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഓഡിറ്റിങ്ങിനൊക്കെ വരുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യും. മെഡിസിനെല്ലാം കുറവുണ്ടെങ്കിൽ നമ്മളാണ് ഉത്തരവാദി. അതുമെല്ലാം ഡയറ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയണം. ലയബിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 1996 എനിക്ക് ഈ പുല്ലൂർ ആശുപത്രിയിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ വീണ്ടും പത്തനാപുരം ആശുപത്രിയിലോട്ട് പോയി, പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലോട്ട് പോയി. അപ്പം അവിടെ MM മത്തായി എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. MM മത്തായി എന്ന് പറഞ്ഞ ആളിന് ബ്ലാഡർ ക്യാൻസറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹവും കൂടാതെ വേറെ 2-3 ഡോക്ടർ, 4 പേരുണ്ടായിരുന്നു. 4 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ചെറിയ മൈനർ സർജറി, സർക്കംസിഷൻ പോലെയും പിന്നെ ഈ എക്സിഷൻ സ്വെല്ലിങ് അങ്ങനെയുള്ള കൊച്ചു കേസുകളൊക്കെ അവിടെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒരു മൈനർ തിയേറ്ററുണ്ട്. അത് കഴിഞ്ഞ്
ഒരു 6-7 മാസമേ ഞാൻ അവിടെ ഇരുന്നുള്ളൂ. അപ്പോൾ ഈ ഹെൽത്ത് മിനിസ്റ്റർ മാറി. അന്ന് NDPയുടെ ഹെൽത്ത് മിനിസ്റ്റർ വന്നു. അത് ഇലക്ഷനായി കഴിയുമ്പോൾ NDPയുടെ ഹെൽത്ത് മിനിസ്റ്റർ വന്ന് എന്തൊരു പ്രശ്നമായപ്പോൾ NDP ഹെൽത്ത് മിനിസ്റ്റർ രാജിവെച്ച് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹെൽത്തിൻ്റെ അഡീഷണൽ ചാർജ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് അധികാരവും DHSന് കിട്ടി. അങ്ങനെ അന്നത്തെ ഒരു DHSന് മാധവൻ നായർ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു പറഞ്ഞു, ഞാൻ സർജനാണ്, പത്തനാപുരത്തുള്ള CH ഇരിക്കുകയാണ്, പുനലൂർ ആശുപത്രി വേക്കൻസി ഒന്നായി എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയും 1997 96 അവസാനം പത്തനാപുരത്ത് 6 മാസം ഇരുന്നുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് പുനലൂർ കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ ഈ 16 വർഷം മൊത്തം പുനലൂരിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ട്രാൻസ്ഫർ ചെയ്തൊരു 6 മാസം 1 കൊല്ലം ഞാൻ മാറി നിൽക്കും. വീണ്ടും തിരിച്ച് പുല്ലൂരിൽ തന്നെ നമ്മുടെ തട്ടുകത്തിലേക്ക് വരുമായിരുന്നു. അപ്പോൾ 1996 കഴിഞ്ഞപ്പോൾ 95 ഞാൻ പറഞ്ഞില്ല, എല്ലാ 540 ഡോക്ടേഴ്സിന് 540 പേർക്കാണ് ഒരുമിച്ച് പ്രൊമോഷൻ കിട്ടിയത്. അപ്പം എനിക്ക് ആ ലിസ്റ്റിൻ്റെ വക്കത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കും പ്രൊമോഷൻ വന്നു. അപ്പം ഞാൻ പത്തനാപുരത്തുനിന്ന് വലിയ കാര്യത്തിൽ പുനലൂർ വന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് സിവിൽ സർജനായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പം പുനലൂർ ആശുപത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, അസിസ്റ്റൻറ്റ് സർജൻ സിവിൽ സർജൻ റേഷ്യോ അനുസരിച്ച് അവിടെ വേക്കൻസി ഇല്ല. അപ്പം നിയറസ്റ്റ് വേക്കൻസി ഉള്ളത് ചെങ്ങന്നൂർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നോടൊപ്പം തന്നെ അവിടെ ഒരു അനസ്തറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്കും പ്രൊമോഷൻ കിട്ടി. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലോട്ട് പോസ്റ്റ് ചെയ്തു 1996 അവസാനം. അപ്പം പുനലൂരിൽ നിന്ന് ഞാൻ 96 വരെ ഒറ്റയടിക്ക് 96 വരെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ പത്തനാപുരത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പുനലൂർ വന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊമോഷൻ വന്നു. എനിക്ക് ചെങ്ങന്നൂർ പോകേണ്ടി വന്നു. അപ്പം ഞാൻ സിവിൽ സർജനായി. ചെങ്ങന്നൂർ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു. ഇനി ചെങ്ങന്നൂരത്തെ കാര്യവും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഒരു 2-3 വർഷം പുനലൂരിൽ നിന്ന് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. കാര്യം ഈ സിവിൽ സർജൻ അസിസ്റ്റൻറ്റ് സർജൻ റേഷ്യോ കറക്റ്റായതുകൊണ്ട് നമുക്ക് സിവിൽ സർജൻ്റെ പോസ്റ്റിൽ മാത്രമേ വരാൻ പറ്റൂ. പുനലൂർ 3 സിവിൽ സർജൻ്റെ പോസ്റ്റേ വന്നു. അതുകൊണ്ട് 3 വർഷക്കാലം എനിക്ക് മറ്റ് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ പുനലൂരത്തെ കാര്യമാണ് പറഞ്ഞ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എൻ്റെ ചെങ്ങന്നൂരത്തെ എക്സ്പീരിയൻസും അത് കഴിഞ്ഞ് അവിടെ നിന്ന് എനിക്ക് അഞ്ചലോട്ട് ട്രാൻസ്ഫർ കിട്ടി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കൊട്ടാരക്കരയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി. പിന്നെ കൊട്ടാരക്കര പോയിട്ടാണ് ഞാൻ 2000 തിരിച്ച് പുനലൂർ വരുന്നത്. അപ്പോൾ ഈ 97 തൊട്ട് 2000 വരെയുള്ള കാലഘട്ടത്തിലെ കഥ ഞാൻ നാളെ പറയുന്നതാണ്. നാളെയോ മറ്റന്നാളോ പറയും. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എൻ്റെ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. താങ്ക് യു വെരി മച്ച്.